എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ISSലേക്കുള്ള യുഎസിന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യുഎസിന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ഇദ്ദേഹം UP സ്വദേശിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ പകരക്കാരനായും തിരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യുഎസിന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം UP സ്വദേശിയാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയാണ് പകരക്കാരനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ വർഷം ഒക്ടോബറിന് മുൻപ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ദൗത്യം 14 ദിവസം നീണ്ടുനിൽക്കും. ആക്സിയം 4ന്റെ ദൗത്യം 14 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഈ വർഷം ഒക്ടോബറിന് മുൻപാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും. 2 പേർക്കും നാസയിൽ പരിശീലനം നൽകും. 4 പേർ ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യത്തിൽ ആരൊക്കെയാണുള്ളത്? കമാൻഡർ ആരാണ്? യുഎസിന്റെ പെഗ്ഗി വിറ്റ്സൺ. 2 മിഷൻ സ്പെഷ്യലിസ്റ്റുകളാണുള്ളത്. പോളണ്ടിന്റെ സ്ലാവോസ് ഉസെൻസ്കി, അതുപോലെ ഹംഗറിയുടെ ടിബോർ കാപ്പു. ഇതാണ് 2 മിഷൻ സ്പെഷ്യലിസ്റ്റ്. പോളണ്ടിന്റെ സ്ലാവോസ് ഉസെൻസ്കി, ഹംഗറിയുടെ ടിബോർ കാപ്പു. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല പൈലറ്റാണ്. എന്നിവരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ആക്സിയം 4 ദൗത്യത്തിൽ 4 പേരാണുള്ളത്. കമാൻഡർ യുഎസിന്റെ പെഗ്ഗി വിറ്റ്സൺ, മിഷൻ സ്പെഷ്യലിസ്റ്റായ പോളണ്ടിന്റെ സ്ലാവോസ് ഉസെൻസ്കി, അതുപോലെ മിഷൻ സ്പെഷ്യലിസ്റ്റായ ഹംഗറിയുടെ ടിബോർ കാപ്പു, പൈലറ്റായ ഇന്ത്യയുടെ ശുഭാംശു ശുക്ല എന്നിവരാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ഒന്നുകൂടി നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യുഎസിന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. UP സ്വദേശിയാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പകരക്കാരൻ. ഈ വർഷം ഒക്ടോബറിൽ നിശ്ചയിച്ചിരിക്കുന്ന ദൗത്യം 14 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും. 2 പേർക്കും നാസയിൽ പരിശീലനം നൽകും. 4 പേർ ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യത്തിൽ യുഎസിന്റെ പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിന്റെ സ്ലാവോസ് ഉസെൻസ്കി, ഹംഗറിയുടെ ടിബോർ കാപ്പു, ഇന്ത്യയുടെ ശുഭാംശു ശുക്ല എന്നിവരാണ് ഭാഗമാകുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്നാണ്? 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യേ. 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത്, ദുരന്തം സംഭവിച്ചത്. ദുരന്തത്തിൽ 400ഓളം പേർ മരണപ്പെട്ടു. 400ഓളം പേരാണ് മരണപ്പെട്ടത്. 100ഓളം പേരെ കാണാതായി. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലെത്താനായി ഇന്ത്യൻ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു. ബെയ്ലി പാലം. എന്താണ് ബെയ്ലി പാലത്തിന്റെ പ്രത്യേകത? ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണ് ബെയ്ലി പാലം. ബെയ്ലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നത്? ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടി. മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും എളുപ്പത്തിൽ എടുത്തുമാറ്റാനും കഴിയുന്ന താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം. മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും അതുപോലെ എളുപ്പത്തിൽ എടുത്തു മാറ്റാനും കഴിയുന്ന താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം. 26 മണിക്കൂർ കൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. 26 മണിക്കൂർ കൊണ്ടാണ്. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് പണി കഴിപ്പിച്ചത്. 26 മണിക്കൂർ കൊണ്ടാണ് പണി കഴിപ്പിച്ചത്. 190 അടി നീളത്തിലാണ് പണി കഴിപ്പിച്ചത്. 190 അടി നീളത്തിൽ മുണ്ടക്കൈയിലേക്കുള്ള പാലം നിർമ്മിച്ചത്. ആരാണ് നിർമ്മിച്ചത്? കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് നിർമ്മിച്ചത്. 190 അടി നീളമാണ് പാലത്തിന്റെ നീളം. 24 ടൺ ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ട്. പ്രധാന നിർമ്മാണ ഘടകം എന്താണ്? ഉരുക്കാണ് പ്രധാന നിർമ്മാണ ഘടകം. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ സിവിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെയ്ലിയാണ് 1942 ഇത്തരത്തിലുള്ള പാലം ആദ്യമായി നിർമ്മിച്ചത്. ഈ ബെയ്ലി പാലം ആദ്യമായിട്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള
സിവിൽ എഞ്ചിനീയറായ ഡൊണാൾഡ് ബെയ്ലിയാണ്. 1942 ഈ പാലം ആദ്യമായി നിർമ്മിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. അതുകൊണ്ടാണ് ഈ പാലത്തിന് ബെയ്ലി പാലം എന്ന് പേര് നൽകിയത്. രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് ലഡാക്കിലാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സൈനിക ആവശ്യത്തിന് വേണ്ടി ബെയ്ലി പാലം നിർമ്മിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ് നിർമ്മിച്ചത്. രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി പാലം നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലാണ്. രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8 ബെയ്ലി പാലം നിർമ്മിച്ചത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? പത്തനംതിട്ടയില് റാന്നിയില് പമ്പാ നദിക്ക് കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. എന്നാണത്? 1996 നവംബർ 8 ബെയ്ലി പാലം നിർമ്മിച്ചത്. ഒന്നുകൂടി, വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യേ. ദുരന്തത്തിൽ 400ഓളം പേർ മരണപ്പെട്ടു, 100ഓളം പേരെ കാണാതായി. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലെത്താനായി ഇന്ത്യൻ സൈന്യം ബെയ്ലി ബ്രിഡ്ജ് നിർമ്മിച്ചു. ബെയ്ലി പാലത്തിന്റെ പ്രത്യേകത ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണ്. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും എളുപ്പത്തിൽ എടുത്തുമാറ്റാനും കഴിയുന്ന താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം. 26 മണിക്കൂർ കൊണ്ടാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആണ് ഇത് നിർമ്മിച്ചത്. 190 അടി നീളത്തിലാണ് മുണ്ടക്കൈയിലേക്കുള്ള പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ട്. ഉരുക്കാണ് പ്രധാന നിർമ്മാണ ഘടകം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ സിവിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെയ്ലിയാണ് 1942 ഇത്തരത്തിലുള്ള പാലം ആദ്യമായി നിർമ്മിച്ചത്. അതിനാൽ പാലത്തിന് ബെയ്ലി പാലം എന്ന് പേര് നൽകി. രാജ്യത്ത് ആദ്യമായി സൈനികാവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് ലഡാക്കിലാണ്. രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8 ബെയ്ലി പാലം നിർമ്മിച്ചത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ മാറ്റി. പുതിയ പേരുകൾ എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ മാറ്റി. പുതിയ പേരുകൾ എന്താണ്? യഥാക്രമം ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം എന്നാണ് പുതിയ പേരുകൾ. ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം. ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പബ്ലിക് എന്നാണ്. ഗണതന്ത്ര മീൻസ് റിപ്പബ്ലിക്. ഗണതന്ത്ര മണ്ഡപം. അശോക് ഹാളിന്റെ പേര് എങ്ങനെയാണ് മാറ്റിയത്? അശോക് മണ്ഡപം. അശോക് മണ്ഡപം. ഹാൾ എന്ന് പറയുന്ന ആംഗലേയ പദം എടുത്തു മാറ്റിയിട്ട് മണ്ഡപം എന്ന് ചേർത്തു. അശോക് മണ്ഡപം എന്ന് ആണ് പുതിയ പേര്. റിപ്പബ്ലിക് എന്ന അർത്ഥത്തിലുള്ള ഗണതന്ത്ര എന്ന് ചേർത്താണ് ഗണതന്ത്ര മണ്ഡപം എന്ന് പേരിട്ടത്. ആംഗലേയ വാക്കായ ഹാൾ മാറ്റിയാണ് അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്തത്. മുഗൾ ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾക്ക് കഴിഞ്ഞ വർഷം അമൃത് ഉദ്യാൻ എന്ന് പുതിയ പേര് ഇടുകയുണ്ടായി. മുഗൾ ഗാർഡന്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേരുകൾ മാറ്റി. പുതിയ പേരുകൾ യഥാക്രമം ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം. റിപ്പബ്ലിക് എന്ന അർത്ഥത്തിലുള്ള ഗണതന്ത്ര എന്ന് ചേർത്താണ് ഗണതന്ത്ര മണ്ഡപം എന്ന് പേരിട്ടത്. ആംഗലേയ വാക്കായ ഹാൾ മാറ്റിയാണ് അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്തത്. മുഗൾ ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾക്ക് കഴിഞ്ഞ വർഷം അമൃത് ഉദ്യാൻ എന്ന് പുതിയ പേര് ഇടുകയുണ്ടായി. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.